من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹധനയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനസ്സമാധാനം, ഈ ഒരു വാക്ക് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി. അവരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു മനസ്സമാധാനം ആഗ്രഹിക്കുന്നു. കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും സ്വസ്ഥതയും സമാധാനവുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനി ജോലിസ്ഥലങ്ങളിലേക്കോ അയൽവാസികളിലേക്കോ ചെല്ലുന്ന സമയത്ത് എല്ലായിടത്തും സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ ഈ ആഗ്രഹത്തിൻ്റെ കൂടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിനു വേണ്ടി പണിയെടുക്കുന്നതുണ്ട്. എന്തിനാണ് നിങ്ങളൊരു വീടുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ വാടക വീട്ടിലൊരു സ്വസ്ഥതല്ല. എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയാൽ അത്രയും സമാധാനം കിട്ടുമല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ വാഹനം വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും പറച്ചിൽ, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഒഴിവായി മറ്റൊരു ജോലി സ്ഥലത്തേക്ക് എന്തുകൊണ്ട് അന്വേഷിക്കുന്നു? ആ ചോദ്യത്തിനുള്ള മറുപടിയും മനസ്സമാധാനം. എല്ലാവരും ആഗ്രഹിക്കുന്നു. എവിടുന്നാണ് മനസ്സമാധാനം കിട്ടുക എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ പല വലിയ വലിയ ഫ്ലക്സുകളിൽ നമുക്കത് കാണാൻ കഴിയും. നിങ്ങൾ അസ്വസ്ഥരാണോ? പരിഹാരമുണ്ട്. നിങ്ങൾ പ്രതിസന്ധിയിലാണോ? പരിഹാരമുണ്ട്. ഇന്നാലിന്ന യോഗ കൊണ്ട് പരിഹരിക്കപ്പെടും, ഇന്നാലിന്ന ക്യാമ്പുകൾ കൊണ്ട് പരിഹരിക്കപ്പെടും. എല്ലാവരും പരിഹാരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്വസ്ഥത കിട്ടണം. ആ പരിഹാരങ്ങളിലേക്ക് പലരും എത്തപ്പെട്ടത് എവിടെയാണ്?
മദ്യം കുടിച്ചുകൊണ്ട് പരിഹാരം അന്വേഷിച്ചവരുണ്ട്. എന്നാൽ അവർക്ക് ശാശ്വതമായ പരിഹാരം മദ്യത്തിലൂടെ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അവർ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് മദ്യപിക്കുമ്പോൾ അവന്റെ ബുദ്ധി മറയുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രശ്നം അവിടെ തന്നെയുണ്ട്. അവൻ കാണുന്ന സിനിമ ഒരു പക്ഷേ ഒരു സമാധാനത്തിനു വേണ്ടി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കുറച്ച് കോമഡി കണ്ട് ഒന്ന് റിലാക്സ് ആവാം, കുറച്ച് പാട്ട് കേട്ടുകൊണ്ട് റിലാക്സ് ആവാം. പക്ഷേ പരിഹാരമാകുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല. അവൻ കുടിക്കുന്ന മദ്യത്തിനോ കാണുന്ന സിനിമകൾക്കോ പോയ ക്യാമ്പുകൾക്കോ പങ്കെടുത്ത യോഗകൾക്കോ ഒന്നും തന്നെ അവന് മനസ്സമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാണ്? നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനോളം നമ്മുടെ മനസ്സിനെ അറിയുന്ന ഒരാളില്ലല്ലോ. എങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടണം, മനസ്സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. 5 കാര്യങ്ങളിലൂടെ ഒരാൾക്ക് സമാധാനം കിട്ടും. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാവുക എന്നുള്ളത്. എപ്പോഴും റബ്ബിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുക, നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൽ എവിടെയോ ഒരു തടസ്സമുണ്ട് എന്നാണെങ്കിൽ നമ്മുടെ ആ പ്രവർത്തനം ശാശ്വതമായി നമ്മളെ ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ വീടിന്റെ പണി അവിടെ തടസ്സം നിൽക്കുകയാണ്, എന്റെ ജോലിയുടെ കാര്യം തടസ്സം നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ലോകത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ കാലം, വളരെ കുറഞ്ഞ കാലം മാത്രം. ഇതല്ലെങ്കിൽ പടച്ചോൻ വേറൊരു വഴി കാണിച്ചിരുന്നു. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുമ്പോൾ മാത്രമാണ് ആ സമാധാനം കിട്ടുക. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനു വിശ്വസിക്കുകയും വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സുകൾ സമാധാനമടയുകയും ചെയ്തവർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നീ അറിയണം, നിന്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് നിനക്ക് മനസ്സമാധാനം ലഭിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന് കുറവുണ്ടോ? നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കുറവാണെന്ന് ഉറപ്പിച്ചു. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കുറവാണ്. കാരണം ഒരാൾ ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെ അതിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ ധാരാളമായി സ്മരിക്കുന്നവനാണ്, അല്ലാഹുവിനെ ഓർക്കുന്നവനായിരിക്കും. മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ഒരു ജീവിച്ചിരിക്കുന്നവന്റെയും മയ്യത്തിന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുന്നവനാണോ ഓൻ എപ്പോഴും അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവനായിരിക്കും. അല്ലാഹുവിനെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ജീവിക്കണോ? കൽ മയ്യിത്ത്, അവനൊരു ഡെഡ് ബോഡിയാണ്, ഒരു മയ്യത്താണ്, ഒരു ശവം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ സ്വയം പരിശോധിക്കുക, നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴാണ് ഓർമ്മിച്ചത്? അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾക്ക് പോകുന്നത്, അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ എപ്പോഴെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരിക, നമ്മുടെ ജീവിതം ഇങ്ങനെ സുഗമമായി പോകുകയാണ്, ഒരു പ്രശ്നമല്ല, എല്ലാം ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നുണ്ട്, വിചാരിച്ചതൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല, ജോലിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല, കുടുംബത്തിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക. അല്ലാഹുവിനെ കുറിച്ച് അപ്പോൾ ആലോചിക്കുക. അതല്ല വിശ്വാസി എപ്പോഴും ആലോചിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ് ഫി കുല്ലി അഹ്യാൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും അള്ളാഹിനെ ഓർമ്മിക്കുന്നു. എപ്പോഴും അള്ളാഹിനെ ഓർമ്മിക്കുക, അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനായി ഒരു മനുഷ്യൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നു. തന്റെ കയ്യിലുള്ള വാള് മരത്തിന്റെ ഭാഗത്ത് വെച്ചു. സ്വഹാബിമാരാകട്ടെ കുറച്ചപ്പുറത്ത് മാറിക്കിടന്നു, നബിക്കൊരു ശല്യമാവണ്ടെന്ന് വിചാരിച്ചു. ആ സമയത്താണ് ഒരു അഅറാബിയായ, ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ മെല്ലെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചിട്ടുള്ള പ്രവാചകന്റെ വാളെടുക്കുക. പ്രവാചകന്റെ വാളെടുത്തതും പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നെട്ടിയെഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വിരൽ ചൂണ്ടി, ആ വാള് ചൂണ്ടിക്കൊണ്ട് അയാൾ പറയാണ്, മുഹമ്മദ്, നിന്നെ ആര് രക്ഷിക്കും? നിന്നെ ആര് രക്ഷിക്കും? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയലേശം എന്നെ പറയാം, ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ പറഞ്ഞു, അല്ലാഹ് രക്ഷിക്കും. അതാണ് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത. അല്ലാഹ് ഒരു വഴി കാണിച്ചിരുന്നു, അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് റെഡിയാക്കി തരും. അത് പറഞ്ഞതും അയാളുടെ കയ്യിൽ നിന്ന് വാള് വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളെടുത്തിട്ട് അയാളോട് ചോദിക്കുകയാണ്, നിന്നെ ആര് രക്ഷിക്കും? അയാൾ പറഞ്ഞു, മുഹമ്മദ്, നീയല്ലാതെ വേറെ ആരും എന്നെ രക്ഷിക്കൂല. അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹനെ കുറിച്ചുള്ള ചിന്ത നമ്മളിലുണ്ടോ, എന്ത് പ്രശ്നത്തിലും അല്ലാഹ് സഹായിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരും സൗർ ഗുഹയിൽ വന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ നിൽക്കണം. ആ സൗർ ഗുഹയിൽ ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ബേജാറ്. അവരെങ്ങാനും നമ്മളെ കണ്ടാൽ നബിയെയും അബൂബക്കറിനെയും കൊല്ലണമെന്ന തീരുമാനത്തോടു കൂടി ഇറങ്ങിയിട്ടുള്ളത്. മക്ക മുഴുവനായി എല്ലാവരും ഇറങ്ങിക്കണം. കാരണം വലിയ ഓഫറാ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുന്നവർക്ക് 100 ഒട്ടകം കിട്ടും. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 100 കാറ് എന്ന് വേണമെങ്കിൽ പറയാം. 100 കാറ് കിട്ടുക. അത്രയും വലിയ ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങി അരിച്ചു പറിക്ക് നോക്കുകയാണ്, എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നുണ്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സൗർ ഗുഹന്റെ തൊട്ടടുത്തവർ വന്നു. എത്രത്തോളം എന്നാൽ അവരൊന്ന് കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നത് കാണും, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത് കാണും. ആ സമയത്ത് ബേജാറോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അവർ നമ്മളെ കാണൂ? അവർ നമ്മളെ കാണുമോ? അവർ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്സൻ, വിഷമിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളൊരു കുടുക്കത്തിൽ, ഒരു പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭാര്യ ചോദിക്കുക എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഞാൻ മറ്റേ ആളോട് ചോദിച്ചു നോക്കിക്കട്ടെ, ഇന്ന ആളോട് കൂടി ബാക്കിയുണ്ട്, ഇന്ന ആൾക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കട്ടെ, ഇന്ന ആളോട് ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ. മറ്റുള്ളവർക്കൊക്കെ നമ്മൾ പോകും. ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് പറയട്ടെ, ആത്മാർത്ഥമായിക്കൊണ്ട് രാത്രി എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദിനു വേണ്ടി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച് നമുക്ക് കഴിയുന്ന രൂപത്തിൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് റബ്ബേ എന്റെ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചതാ, അത് പറയാൻ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ മനസ്സമാധാനം വേണോ, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക. അതാണ് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? മനസ്സമാധാനം കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം എപ്പോഴും ദിക്റുകളിലൂടെയാകുക. എപ്പോഴും ദിക്റുണ്ടാവുക, നാവിൽ എപ്പോഴും ദിക്റുണ്ടാകുക. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുകൾ എപ്പോഴും കണ്ണു തുറന്നാൽ ഉടനെ നടത്താൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ വളർച്ച, അവന്റെ ജീവിതത്തിലെ സമാധാനം, അവന്റെ ജീവിതത്തിലെ സ്വസ്ഥത എല്ലാം ദിക്റുകളാണ്. ആ ദിക്റുകളും ദുആകളും നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചില ആളുകളോട് പറഞ്ഞ ഒരു സമാധാനം ഉണ്ടാവും അല്ലെ, ചിലപ്പോൾ അതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ എന്താ പറയുക അറിയോ, നിങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വിഷമങ്ങൾ പകുരിപ്പോയി. അയാൾക്കൊരു പക്ഷേ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എന്നിട്ടും അയാളോട് ആ വാക്ക് പറഞ്ഞപ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, രാജാതിരാജനായ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന ആ റബ്ബിനോട്
ഒന്ന് പറയാൻ, ആ റബ്ബിനെ ധാരാളമായിട്ട് സ്തുതിക്കാൻ, ആ റബ്ബിനുള്ള തക്ബീറുകൾ വർദ്ധിപ്പിക്കാൻ, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കാൻ, പ്രാർത്ഥനകൾ നിർവഹിക്കാൻ നമ്മൾ എത്ര സമയം കണ്ടെത്തുന്നുണ്ട്? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മൾ നമ്മളോട് ചോദിക്കാം. ഒരു രാവിലെ കണ്ണ് തുറന്നത് മുതൽ രാത്രി കിടക്കപ്പായയിലേക്ക് കിടന്ന് നമ്മുടെ വലത്തേ കൈ വലത്തേ കവിളിലേക്ക് വെച്ചുകൊണ്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് നടത്തേണ്ട പ്രാർത്ഥന വരെ നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രാർത്ഥനകളുണ്ട് ഓരോ ദിവസവും, ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ, ദിക്റുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വന്തം ഒന്ന് ആലോചിച്ച ഇന്ന് എത്ര പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്? നമ്മൾ വേറൊരാളുടെ ഭാഗത്തേക്കും പോകണ്ട, നമ്മളിൽ മാത്രം ഒതുങ്ങിയിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കാണ്. രാവിലെ കണ്ണ് തുറന്ന സമയത്തുള്ള പ്രാർത്ഥന ചൊല്ലിയിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, വുദു എടുക്കുമ്പോഴുള്ള പ്രാർത്ഥന, വുദുവിന് ശേഷമുള്ള പ്രാർത്ഥന, പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത്. എത്ര പുണ്യങ്ങൾ നേടാമായിരുന്നു. എപ്പോഴും ദിക്റുകളിലൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ സമാധാനമുണ്ട്. എത്രത്തോളം എന്നാൽ ചില ദിക്റുകളുടെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ അറിയോ? അതുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന്. ആകെയുള്ള ബേജാർ നമുക്കതാണ്. നമ്മുടെ പരലോകത്തിന്റെ വിഷയത്തിലെ നമുക്ക് വലിയ ബേജാറുള്ളതെങ്കിൽ, ആ സ്വർഗത്തിലുള്ള പൗരത്വമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണ് ഏറ്റവും വലിയ പൗരത്വമെങ്കിൽ, നമ്മൾ ജീവിതത്തിൽ വളരെ ലളിതമായ ചില പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയിട്ടുള്ള പേരുകൾ നമ്മൾ പരിശോധിച്ചാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പാപമോചന പ്രാർത്ഥനകളുടെ സയ്യിദ്, നേതാവ്. ഒരു 4-5 വരിയുണ്ട് ആ പ്രാർത്ഥന. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ ഒരു പ്രാർത്ഥന ഒരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുമ്പ് അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. അയാൾ വൈകുന്നേരമാണ് ചൊല്ലുന്നതെങ്കിൽ രാവിലെയാകുമ്പോഴേക്ക് അയാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗാവകാശിയാണ്. അത്ര ഉറപ്പ് പറഞ്ഞ ചില പ്രാർത്ഥനകളുണ്ട്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت എന്ന് തുടങ്ങുന്ന കുറച്ച് വലിയ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മളൊന്ന് പഠിക്കണം. ഒന്നുമില്ല, നമ്മുടെ മൊബൈലിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നൊന്ന് അടിച്ചെടുത്താൽ മതി. എല്ലാവരുടെ കയ്യിലുണ്ട്, മൊബൈലിൽ നെറ്റൊക്കെ ഉള്ളതല്ലേ. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എപ്പോഴും രാവിലെയും വൈകുന്നേരത്തും ചൊല്ലുക. വേറെ എത്രയോ പ്രാർത്ഥനകൾ, ദിക്റുകൾ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം നിർവഹിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ജീവിതത്തിലും കൂടിയാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ സമയം, ഇന്നലത്തെ ഈ സമയം നോക്കുക. ഇന്നലത്തെ സമയം മുതൽ ഈ സമയം വരെ 24 മണിക്കൂറിൽ ഒരു 24 പ്രാർത്ഥനകളെങ്കിലും നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. 24 ദിക്റുകളെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ? നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതും കൂട്ടിയിട്ട് തന്നെ. അതല്ലാതെ എത്ര എത്ര ദിക്റുകളുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വസ്ത്രം അഴിക്കുമ്പോൾ ദിക്ർ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുക? നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിലുണ്ടോ? തീർച്ചയായും സമാധാനം കിട്ടും. കാരണം എല്ലാം അല്ലാഹനെ അങ്ങനെ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ്. മൂന്നാമത്തെ വിഷയം, മനസ്സമാധാനം കിട്ടണമെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഖുർആനുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാവുക. ഖുർആനുമായിട്ട് അഗാധമായ ബന്ധമുണ്ടാകുക. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്നുള്ളത് അവന്റെ ജീവിതത്തിലെ എല്ലാ സമാധാനങ്ങളും നൽകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയമായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലദീന, ഒരു കൂട്ടം ആളുകളാണ്, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നതായിരിക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവരോട് ചൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, ഓതപ്പെട്ട് കഴിഞ്ഞാൽ, സാദതുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്.
വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അല്ലാഹുവിൽ അങ്ങേയറ്റം തവക്കുലാക്കി ജീവിക്കുന്നവരുമാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഖുർആനുമായിട്ടൊരു ബന്ധം. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ മുഴുവനായി ഓതണമെന്ന് ആഗ്രഹിക്കാറുണ്ട് നമ്മൾ. പലപ്പോഴും ആ ആഗ്രഹം ഉണ്ടാവാറുള്ളത് റമദാനിലാണ്. റമദാനിൽ ഏതെങ്കിലും ഒരു ഖുതുബ ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന നിലയ്ക്ക് അതിൻ്റെ പ്രാധാന്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തീരുമാനിക്കും, എന്തായാലും ഇത്തവണത്തെ റമദാനിലെങ്കിലും പൂർണ്ണമായിക്കൊണ്ട് ഖുർആൻ ഓതും. എത്ര തവണ നമ്മൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്? ഓരോ തവണയും തീരുമാനിക്കും. പക്ഷേ ഒരാഴ്ചക്കപ്പുറം അല്ലെങ്കിൽ 2 ആഴ്ചക്കപ്പുറം ഒരു 10-20 പേജുകൾക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയും. എന്തായിരിക്കും അതിൻ്റെ കാരണം? പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഖുർആനുമായിട്ട് നമുക്കൊരു ബന്ധമില്ലാത്തത്? നമ്മുടെ മുൻഗാമികളൊക്കെ ഓരോ റമദാനിലും 6-7 തവണ ഖത്തം തീർത്തിട്ടുണ്ടായിരുന്നു. ജീവിതത്തിലല്ല, ഒരു റമദാൻ, ഒരൊറ്റ റമദാനിൽ അവർ ഖുർആനിനെ സ്വീകരിച്ചു. അതേ ഖുർആൻ തന്നെ നമ്മുടെ കയ്യിൽ, അതേ ഖുർആൻ. പക്ഷെ എന്തുകൊണ്ട് ഖുർആൻ മറിച്ചു നോക്കുമ്പോഴേക്ക് നമുക്ക് മടുപ്പ് വരുന്നു? നമ്മൾ ഇന്ന് വരെ ആ ഖുർആനിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് വായിക്കാൻ, അതിന്റെ ആശയം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഖുർആനിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തെക്കുറിച്ച് എത്രയോ തവണ ഈ മിമ്പറിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ് അവരെ മാറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനായി വാളുമായിട്ട് വരുന്ന ആൾ, പക്ഷെ ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ ആ വാളവിടെ വെച്ചുകൊണ്ട് ഖുർആനിന്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തിന്മകളിൽ നിന്ന് മാറ്റി നിർത്താൻ ഖുർആൻ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഖുർആൻ തന്നെയാണ് നമ്മൾ ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്തുള്ള ആ ഒരു സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ജാഹിലിയ കാലം എന്നാ പറയാം, ഡാർക്ക് ഏജ്, ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ പറയും. എല്ലാ തോന്നിവാസങ്ങളും അവരിലുണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതലായിരുന്നു മദ്യപാനം എന്നത്. മദ്യപാനം എത്രത്തോളം എന്നാൽ പല സ്വഹാബിമാരും മദ്യപിച്ചുകൊണ്ട് വീണിട്ടുണ്ട്, അടിയുണ്ടാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമായിട്ടുകൂടി മദ്യപിച്ച ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ അവരെ മാറ്റി. എങ്ങനെയുള്ള ആളുകളെയാണ് മാറ്റുന്നതെന്നറിയൂ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കബറടക്കണം. എന്റെ മയ്യത്ത് ആ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വേരുകളിലൂടെ വരുന്ന ലഹരി എന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും എന്റെ എല്ലുകൾക്ക് ലഹരി പകരുമെന്ന് പാടി നടന്ന ആളുകൾ, വാക്ക് പറഞ്ഞിരുന്ന ആളുകൾ, കരാറ് വെച്ചിരുന്ന ആളുകൾ, മദ്യത്തിന്റെ കോപ്പയിലേക്ക് വീണ് ചത്തുപോയ വണ്ടിനെ എടുത്തുകൊണ്ട് പറയാണ്, വണ്ടേ നീ എത്ര ഭാഗ്യവാനാണ്, കാരണം ഈ മദ്യം കുടിച്ചിട്ടാണല്ലോ മരിച്ചത്. അങ്ങനെ അതിൽ മുങ്ങി നടന്നിരുന്ന ആളുകൾ. അവർക്കിടയിലാണ് ഖുർആനിന്റെ ഒന്നാമത്തെ അധ്യാപനം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്, മദ്യത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്. അതിന് അല്ലാഹു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയാണ്, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. അതൊരു വലിയ കുറ്റമുണ്ട് കേട്ടോ. ധാരാളമായി കുടിച്ചു നടക്കുന്ന ആളുകൾക്ക് മുന്നിലാണ് പറയുന്നത്, അതിലെന്തൊക്കെ നന്മകൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരി, അത് കുറ്റകരമായ കാര്യം തന്നെയാണ്. ഒന്നാമത്തെ ഒരു ബോധ്യപ്പെടലാണ്, അവർ കുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം അത്ര നല്ല കാര്യമൊന്നല്ല, അത് തിരുത്തേണ്ടത് തന്നെയാണ്. ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം പിന്നീട് ഇറങ്ങുന്നത് എന്താണെന്നറിയോ? വലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറാ. നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ലഹരി ബാധിതരായി കൊണ്ടുവരരുത്. 5 വക്ത് നമസ്കരിക്കുന്ന സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സമയങ്ങളിലൊന്നും തന്നെ പിന്നെ അവർക്ക് മദ്യപിക്കാൻ പറ്റുന്നില്ല. രാത്രിയാണ് പലപ്പോഴും മദ്യപിക്കുക. രണ്ടാമത്തെ ഘട്ടമായി. മൂന്നാമത്തെ ഘട്ടം അത് മുഴുവൻ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ വിരമിക്കാനായില്ലേ? ഓരോ ഹറാമുകളും എണ്ണി പറഞ്ഞുകൊണ്ടല്ല പറയാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ?
ഖുർആനിന്റെ ആ ഒരു ചോദ്യം ചുണ്ടോടടുപ്പിച്ചിരുന്ന മദ്യത്തിന്റെ കോപ്പകൾ അവർ വലിച്ചെറിഞ്ഞു. അവർ സ്വരുക്കൂട്ടി വച്ചിരുന്ന വലിയ വലിയ ക്യാനുകളിൽ സ്വരുക്കൂട്ടി വച്ചിരുന്ന മദ്യമെല്ലാം അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇൻതഹൈന, ഇൻതഹൈന, ഞങ്ങൾ വിരമിച്ചു, ഞങ്ങൾ ഒഴിവാക്കി. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ അതേ ചോദ്യം, ആ ചോദ്യം ഖുർആനിൽ ചോദിച്ച ചോദ്യം തന്നെ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കാനായില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഖുർആനിലുണ്ട്. നമ്മുടെ ജീവിതം ഇങ്ങനെ വെച്ചു നോക്കുക. അതിൽ അള്ളാഹു പറഞ്ഞ കുറേ ഹറാമുകളുണ്ട്. എന്നിട്ടാണ് അള്ളാന്റെ ചോദ്യം, നിങ്ങൾ വിരമിക്കാനായില്ലേ, നിങ്ങൾ ഒഴിവാക്കാനായില്ലേ? അന്നത്തെ ആളുകൾ പറഞ്ഞു, ഇതാ ഞങ്ങൾ ഒഴിവാക്കി. നമ്മൾ എത്ര ആളുകൾ ഒഴിവാക്കി? ഖുർആനിന്റെ ഏത് ആയത്ത് കണ്ടതിന് ശേഷമാണ് നമ്മൾ പലിശ ഒഴിവാക്കിയത്? ഖുർആനിലെ ഏത് ആയത്ത് വായിച്ചപ്പോഴാണ് നമ്മളെ മദ്യപാനം നിർത്തിയത്? ഖുർആനിന്റെ ഏത് സൂറത്ത് കണ്ടപ്പോഴാണ് സിഗരറ്റ് വലി ഒഴിവാക്കിയത്? ഖുർആനിലെ ഏത് ആയത്ത് കണ്ടപ്പോഴാണ് നമ്മൾ സിനിമകൾ ഒഴിവാക്കിയത്? പറയാൻ പറ്റും നമുക്ക്? എന്തേ നമുക്ക് സമാധാനം കിട്ടാത്തത്? ഈ ഖുർആൻ അവർക്കൊക്കെ സമാധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഖുർആനിലൂടെ അവർക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതേ ഖുർആൻ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ആ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കാനോ, അതിന്റെ ആശയം മനസ്സിലാക്കാനോ, അതിന്റെ അർത്ഥം പഠിക്കാനോ, എന്തിന് അതൊന്ന് വായിച്ചു നോക്കാൻ പോലും കഴിയാത്ത ആളുകളല്ലേ നമ്മുടെ സമൂഹത്തിലുള്ളത്. ഒരു പക്ഷേ അൽഹംദുലില്ലാഹ് നമ്മളെപ്പോലെ കുറച്ചൊക്കെ ആൾക്കാർ ഖുർആൻ ഓതാൻ അറിയുന്നവരുണ്ടോ? കുറച്ചാളുകളെങ്കിലും. എന്നാൽ പ്രിയപ്പെട്ടവരെങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കാണി, നാളെ പരലോകത്ത് എന്താ പറയാന്ന്? നമുക്ക് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ട് രക്ഷപ്പെടാം. നിങ്ങളെന്താ ഖുർആൻ ക്ലാസ്സിന് വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരക്കാണ്, കടയിൽ ഒരാളുമില്ല, ഒഴിവില്ല, ഭാര്യ വീട്ടിൽ ഒറ്റക്കാണ്, നേരത്തെ പോകണം, എനിക്ക് ഇന്ന സമയമാകുമ്പോഴേക്ക് ഇന്ന സ്ഥലത്തെത്തണം, എന്തെല്ലാം ന്യായങ്ങളെ നമ്മൾ പറയണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവിൽ ഖുർആൻ പഠിക്കാൻ എത്രയോ സൗകര്യങ്ങൾ കിട്ടിയിട്ട് ആ ഖുർആൻ ഒരാവർത്തി മുഴുവനായി ഓതി തീർക്കുവാനും, എന്താണ് എൻ്റെ റബ്ബ് എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച എൻ്റെ റബ്ബ് എന്നോടെന്താ പറഞ്ഞിട്ടുള്ളത്, അതാണല്ലോ ശരിക്കും ഖുർആൻ. അള്ളാഹ് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹിന്റെ സംസാരം മനസ്സിലാക്കാൻ പറ്റും. അതിലെന്താ എൻ്റെ റബ്ബ് പറയുന്നത്? നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ഖുർആൻ എടുക്കുക, ഏത് ഭാഗത്ത് മറിച്ചു നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിക്കാം. നമുക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം കിട്ടും, ഒരു സ്വസ്ഥത കിട്ടും. അത് ഖുർആനിന്റെ അത്ഭുതമാണ്. കാരണം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം അവിടെ ഉണ്ട്, പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട് അവിടെ. അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പടച്ചോൻ തന്നെ ഇട്ട് തരും. ഞാനിപ്പോൾ അനുഭവിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളിങ്ങനെ ഓതുന്ന സമയത്ത് നരകത്തിന്റെ ഭയാനകത നമ്മൾ വായിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കും, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന പ്രയാസമല്ല, എന്റെ മരണത്തിന് ശേഷമുള്ള പ്രയാസമാണ് ഏറ്റവും വലിയ പ്രയാസം. സമാധാനം കിട്ടും എല്ലാത്തിലും. പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നമുക്ക് ഖുർആനിലൂടെ കിട്ടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം, അതാണ് മനസ്സമാധാനം കിട്ടാനുള്ള മൂന്നാമത്തെ വഴി. നാലാമത്തെ കാര്യം, എല്ലാം അള്ളാഹിനെ ഏൽപ്പിക്കാം. എല്ലാം അള്ളാഹിനെ ഏൽപ്പിക്കാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. എൻ്റെ കാര്യം നിർവഹിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ വാപ്പാന്റെ അടുത്ത് നിന്ന് സഹായം കിട്ടൂല, എൻ്റെ കൂട്ടുകാരന്മാരെ സഹായിക്കൂല. ആ ചിന്ത വരുമ്പോഴാണ് പ്രശ്നം. ആര് സഹായിക്കാനില്ലെങ്കിലും എൻ്റെ റബ്ബിനെ സഹായിക്കും. അതാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തവക്കുലാക്കുക, അല്ലാഹുവിൽ തവക്കുലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, പക്ഷികൾ തവക്കുലാക്കുന്നത് പോലെയാണ്. ഒരു പക്ഷി രാവിലെ ഒട്ടിയ വയറുമായി കൊണ്ട് അതിൻ്റെ കൂട്ടിൽ നിന്ന് പറന്നുയരുന്നുണ്ട്. നിറഞ്ഞ വയറുമായി കൊണ്ടല്ലാതെ അത് അതിൻ്റെ കൂട്ടിലേക്ക് വരുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം വെച്ചിട്ടാണ് പറയണത്, നിങ്ങൾ അങ്ങനെ തവക്കുലാക്കിക്കും, ഇറങ്ങണം. ആ പക്ഷി അതിൻ്റെ കൂട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ അല്ലാഹുവിൽ തവക്കുലാക്കിയെന്നല്ല, ഇറങ്ങുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നുണ്ട്. എങ്കിൽ അല്ലാഹു സഹായിക്കും, അല്ലാഹ് സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ആരും സഹായിക്കാനില്ലെങ്കിലും ആരും സഹായിക്കാനില്ലാത്തവർക്കും അല്ലാഹുവിന്റെ സഹായമുണ്ട്. അവിടെ ഒരാൾ നമ്മൾ പേടിക്കാനുമില്ല. ഇന്ന ആൾക്കാർ എന്നെ സഹായിക്കോ,
ഇവരുടെ സഹായം ഉണ്ടാകൂ? മറ്റൊരു സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഒരു മെല്ലെ കാല് മാറിയില്ലേ? ഒന്നും വേണ്ട, എന്റെ റബ്ബിനെ സഹായിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു നാട് മുടുക്കെതിരെ നിന്നു. എന്തിനേറെ അദ്ദേഹത്തിന്റെ സ്വന്തം വാപ്പയടക്കം. വാപ്പ പറയാണ്, ഇബ്രാഹിം നിന്നെ കല്ലെറിഞ്ഞോടിക്കപ്പെടുന്നു, നിന്റെ ദഅവത്ത് നിർത്തിക്കോ, നിന്റെ ആശയം പ്രചാരണം നിർത്തിക്കോ, ഇത് വേണ്ടവിടെ. എല്ലാവരും എതിർത്തു. വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അതിലേക്ക് ഇടുന്ന സമയത്തും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാചകം എന്താ? ഹസ്ബി അല്ലാഹ്, എന്റെ അല്ല മദീനിക്ക്, എന്റെ റബ്ബ് മദീനിക്ക്, വനിഅമൽ വക്കീൽ, ഏൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവനാണ്. എന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കുക. നിങ്ങളുടെ പ്രശ്നത്തിൽ ഏത് പ്രശ്നത്തിനാണ് അള്ളാഹ്ക്ക് പരിഹാരം കാണാൻ തരാത്തത്? ഏത് പ്രശ്നത്തിനല്ല? ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ റബ്ബാണെങ്കിൽ, ഒരു പക്ഷേ ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ്, 100 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളിൽ ഒരാൾ പോലും ഇവിടെ ഉണ്ടാവണമെങ്കിൽ. ഇപ്പൊ നമുക്കൊരു പേരുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു ആധാർ കാർഡുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കൊരു ഇന്ന നാട്ടിൽ പോയിട്ട് നമ്മളെ പേര് ചോദിച്ചാൽ അറിയും. എന്നാൽ നമ്മളില്ലാത്ത ഈ ലോകത്ത് നിന്ന്, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് അള്ളാഹ് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത്രയും വളർത്തിയിട്ടുണ്ട്, വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള റബ്ബിന് നമ്മുടെ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യം തന്നെയല്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണോ, മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണോ, റബ്ബിലേക്ക് നമ്മുടെ കൈകൾ ഉയരണം, നമ്മുടെ കണ്ണുകൾ നിറയണം, അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും മനസ്സമാധാനമുള്ള ജീവിതം നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹനിധരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം നേടാനുള്ള വഴികളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും ഓർമ്മിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, എപ്പോഴും ദിക്റുകളുള്ള നാവുമായിട്ട് നമ്മൾ ജീവിക്കുക, എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുക. മൂന്നാമത്തത്, ഖുർആനുമായിട്ട് വലിയ ഒരു ബന്ധമുണ്ടാക്കുക, എപ്പോഴും ഖുർആൻ നമ്മുടെ മുന്നിലുണ്ടാവുക. നാലാമത്തെ കാര്യം, എന്ത് കാര്യം അള്ളാനെ ഏൽപ്പിക്കുക, തവക്കുലാക്കുക, അള്ളൊരു വഴി കാണിച്ചു തരും. അഞ്ചാമത്തൊരു കാര്യം എന്താണെന്നറിയാം, നമുക്ക് സമാധാനം നേടിത്തരുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ ഒരു പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ ആരും എണീറ്റ് കൊടുക്കണില്ല, നമ്മൾ എഴുന്നേറ്റിട്ട് കങ്ങൾ ഇവിടെ ഇരുന്നോളിന്ന് പറയുമ്പോൾ ആ ഒരു ഒറ്റ പ്രവർത്തനത്തിൽ പോലും ഒരു പക്ഷേ ആ യാത്ര അവസാനിക്കുന്നത് വരെയും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാളെ കാണുമ്പോൾ നിങ്ങൾ വരും, ഞാനും ഒരു ചായ നിങ്ങൾക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞൊരു ചായ അയാൾക്ക് കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്നൊരു സന്തോഷം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു മനസ്സമാധാനം കിട്ടുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹ് പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. വതആവനു അലൽ ബിർരി, നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം. നന്മയുടെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ. ഒരിക്കലും തിന്മയുടെ കാര്യത്തിൽ സഹായിക്കാൻ പാടില്ല. തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായം അതുണ്ടാക്കാൻ പാടില്ല. എത്രയോ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആവർത്തിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്നാൽ, ഒരാളുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നിന്നാൽ നമ്മുടെ പ്രശ്നം അല്ലാഹ് പരിഹരിച്ചിരുന്നു. ഹദീസിൽ കാണുവാൻ സാധിക്കും, മൻ കാന ഫീ ഹാജതി അഖി കാന അല്ലാഹു ഫീ ഹാജതിഹി. ഒരാൾ മറ്റൊരാളുടെ ഹാജത്ത്, ഒരു ആവശ്യം, അത് നിർവഹിക്കാൻ വേണ്ടി നിന്നാൽ നമ്മുടെ ആവശ്യം അല്ലാഹ് മാറ്റിത്തരും, നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹ് മാറ്റിത്തരും. എല്ലാത്തിലും ഒരു സുഗമമായ ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ, വിധവകളായ ആളുകൾ,
യതീമുകളായ കുട്ടികൾ, ഇങ്ങനെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരാളും സഹായിക്കാനില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ പ്രത്യേകം സഹായിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അസ്സാഇ അലൽ അർമലതി വൽ മിസ്കിൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. ഒരു വിധവയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പാപപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങുക, എന്തെങ്കിലും ഒരു സഹായം, ഒരു 4 ആളെ കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സഹായിച്ചാലും അതിന് നേതൃത്വം കൊടുക്കുക എങ്കിൽ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. അല്ലെങ്കിലോ അബിൽ ഖായിമിൽ ലൈൽ അസ്സായിമുൻ നഹാർ, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലം, അല്ലെങ്കിൽ പകലിൽ മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം. എന്തേ വേണ്ടതുള്ളൂ? മറ്റുള്ളവരെ സഹായിക്കാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, SIR എന്നുള്ളത് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മുടെ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പൗരത്വം വരെ തീരുമാനിക്കപ്പെടുന്ന ഒന്നാണിത്. പലരും വിചാരിച്ചിട്ടുള്ളത് അത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരോട് ചെയ്തോളും, അവരുടെ ആവശ്യമാണല്ലോ വോട്ട് എന്നുള്ളത്. ഒരു പക്ഷേ വോട്ട് അവരുടെ ആവശ്യമായിരിക്കാം, പക്ഷേ ഈ നാട്ടിൽ താമസിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ എല്ലാവരും നോക്കി നോക്കി നിൽക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തോ ഒരു പരിചയക്കാരനോ നമ്മുടെ നാട്ടിലുള്ള ഒരാളും തന്നെ അതിൽ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയില്ലാത്ത രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളായി മാറുക. നമ്മുടെ ആ മനസ്സ് കൂടി നമ്മൾ ഉണ്ടാകുക. ഈ നാട്ടിൽ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് നമ്മുടെ നാടാണ്, ഇത് നമ്മുടെ നാടാണ്. നമ്മുടെ വാപ്പയും വല്ലിപ്പയും വല്ലിപ്പാന്റെ ഉപ്പയുമെല്ലാം അടരാടി പോരാടി നേടിയ സ്വാതന്ത്ര്യമുള്ള നാടാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ മരിക്കണം, ഈ നാട്ടിൽ കഴിയുന്ന കാലം അത്രയും ഇവിടെ നിൽക്കണം. എങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി, നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി, നമ്മുടെ പരിചയക്കാർക്ക് വേണ്ടി അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ പിന്നിൽ നിൽക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ കൊടിയുടെ കീഴ നിൽക്കുക എന്നുള്ളതോ അല്ല. എന്നെ കൊണ്ട് ഒരാൾക്ക് സഹായം ചെയ്യാം, എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ ചെയ്യാം. ആ ഒരു ചിന്ത കൂടി നമ്മളിൽ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ നാടിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് വിഭാഗീയമാക്കിക്കൊണ്ട് 2 തുണ്ടമാക്കാൻ പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പരിശ്രമങ്ങളെല്ലാം അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരാജയപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും മുസ്ലിമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു ഈ നാടിനെയും ഈ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.